പിള്ളേരെല്ലാവരും വലുതായി കഴിയുമ്പോൾ അവർ പലപ്പോഴും പല ആവശ്യങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അച്ഛാ, എനിക്കൊരു ബൈക്ക് മേടിച്ചു തരോ കോളേജിൽ പോകാനായിട്ട്? അമ്മ, എനിക്കൊരു ഷർട്ട് മേടിച്ചു തരോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാനായിട്ട്? നമ്മളെല്ലാവരും പല രീതിയിലാണ് അതിനെല്ലാം ആൻസർ കൊടുക്കുന്നത്. ചിലപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് നോ, ചിലപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് യെസ്. പക്ഷെ ഇതിൽ രണ്ടിനും പറ്റാത്ത അല്ലെങ്കിൽ രണ്ടിനും കൂട്ടാത്ത ഒരു ആൻസർ ഉണ്ട്. എന്താണെന്നറിയോ? നിന്റെ സമയത്ത് എനിക്ക് ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, ആ ഷർട്ടെല്ലാം ഉണക്കി തേച്ചാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിന്റെ സമയത്ത് എന്റെ അച്ഛൻ എനിക്കൊരു സൈക്കിൾ പോലും മേടിച്ചു തന്നിട്ടുണ്ടായില്ല, ഞാൻ ഇന്നും 10 മൈൽ നടന്ന കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് എന്ന്. സോ അപ്പൊ അങ്ങനെ പറയുന്നോണ്ട് നമുക്ക് അതിനകത്ത് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, നമ്മള് ആ ഒരേ ഒരു ഷർട്ട് ആണ് ഉണക്കി തേച്ച് അലക്കി ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ മനസ്സിന്റെ ഭയങ്കരമായ വേദന നമ്മുടെ പിള്ളേർ അറിയണം. നമ്പർ 2, നമ്മൾ 10 മൈൽ നടന്ന പോലെ തന്നെ നമ്മുടെ പിള്ളേരും ഈ യുഗത്തില് കോളേജിൽ നടന്നു പോകണം. അപ്പോ ഇത് രണ്ടും നടക്കാത്ത മനോഹരമായ രണ്ട് സ്വപ്നങ്ങളാണ് അല്ലെ? അങ്ങനെ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ ആൻസേഴ്സ് കൊടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോൾ എക്സ്പീരിയൻസസ് നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനുള്ളതല്ലേ? ഓഫ് കോഴ്സ് എക്സ്പീരിയൻസസ് ആർ ദെയർ ടു ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് വിത്ത് യുവർ ഫ്രണ്ട്സ്. പക്ഷെ അത് എപ്പോഴും നമ്മളൊരു ഫാമിലി ടൈമിൽ നമ്മൾ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു തമാശയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കഥയുടെ രൂപത്തിലോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കുറച്ചും കൂടി ആ തലയ്ക്കുള്ളിൽ എടുക്കും. അതിൽ നിന്ന് അവർ എടുക്കാൻ പറ്റാവുന്നത് എടുക്കട്ടെ, കളയുന്നത് കളയട്ടെ. ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ വരുന്ന ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മറുപടി ആകല്ല് നമ്മുടെ എക്സ്പീരിയൻസസ്. ഇതെല്ലാം മാറ്റിക്കളഞ്ഞേക്കോ. നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഓക്കെ, ഞാൻ ഇന്നോട്ടെ എന്നാ അച്ഛന്റെ പോലെ 10 മൈൽ നടന്ന് ഞാൻ കോളേജിൽ പോയിക്കാം എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൊന്തും നമ്മളിലുള്ള മാതൃപിതൃ സ്നേഹം അങ്ങ് നൊരഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ. ഉടനെ തന്നെ ലോൺ എടുത്തായാലും ഓവർടൈം ചെയ്തായാലും ഒരു ബൈക്ക് എന്തായാലും നമ്മൾ സംഘടിപ്പിച്ച് നമ്മുടെ മോന് കൊടുക്കും. അതാണ് നമ്മൾ അച്ഛനമ്മ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു മറുപടി നമ്മളായിട്ട് കൊടുക്കണ്ട. പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല, എടാ കുറച്ച് കഴിയട്ടെ എന്നങ്ങ് പറഞ്ഞേക്കാം.